എടോ, ഇനിയും ഇസ്രായേൽ എത്ര ആൾക്കാരെ കൊല്ലണം നിനക്കൊന്ന് കാര്യം മനസ്സിലാവാൻ വേണ്ടി? ഏകദേശം ഒഫീഷ്യൽ കണക്ക് പ്രകാരം സെപ്റ്റംബർ വരെ 65,419 ആൾക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം മുതലേ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എനിക്കൊരു സ്റ്റോറി വെക്കാം, എനിക്കൊരു സ്റ്റാറ്റസ് ഇടാം, അതിന് പുറമെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലടോ. സത്യം പറഞ്ഞാലേ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനീൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഐഫോണിൻ്റെ 17 സീരീസ് ഇറങ്ങിയല്ലേ, നിങ്ങൾ ആപ്പിളിൻ്റെ ഒരു 1 ലാഖിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങി വിചാരിക്കുക, അതിൽ 40,000 ആപ്പിളിൻ്റെ പ്രോഫിറ്റാണ്. ആ 40,000-ൽ 30% എക്സാക്ട് എമൗണ്ട് പറയുകയാണെങ്കിൽ 12,000 ഡയറക്റ്റ് ഗവൺമെൻറ്റിനാണ്. അപ്പോൾ നിങ്ങളൊക്കെ പറയും, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കണ്ടേ, ഈ ഗൂഗിൾ വരെ അമേരിക്കൻ്റെ അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അപ്പോൾ ബൈ.